കെ റെയിൽ എന്ന് പറഞ്ഞാൽ കെയ്ക്ക് എന്താണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ? അത് കേരളം എന്ന സംജ്ഞയെ സൂചിപ്പിക്കുന്നതാണ്. കെ റെയിലും കെ ഫോൺ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അതിവേഗ റെയിലാണ് അതിൻ്റെ ഉത്തരം. അത് കേരളത്തിൽ വരും. ആര് തടസ്സം നിന്നാലും ആധുനികതയെ ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. സാങ്കേതികവിദ്യയൊക്കെ കടന്നു വരുമ്പോൾ പലരും എതിർപ്പ് പ്രകടിപ്പിക്കും. യാഥാസ്ഥിതിക ചിന്താഗതിയുള്ളവരൊക്കെ പല കാലത്തും അതിനെയൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കും. ഏത് പുതിയ കാര്യം വരുമ്പോഴും സംശയദൃഷ്ടിയോടെ നോക്കുകയും അതില്ലാതാക്കാൻ പരിശ്രമിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങളെന്താ മുമ്പേ പോയി അനുഭവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ വേറൊരു ചോദ്യം ഉയർന്നായിരുന്നല്ലോ ശ്രീ ഗോപകൃഷ്ണ, ആർക്കാണ് ഇത്ര ധൃതി? അതെവിടുന്നാണ് വന്നേ? ആ ചോദ്യം എവിടുന്നായിരുന്നു വന്നേ? UDFൻ്റെ കേന്ദ്രത്തിൽ നിന്നല്ലേ? മുഖ്യമന്ത്രി പറഞ്ഞത് കെ റെയിൽ വരുമെന്ന് പറഞ്ഞാൽ കെ റെയിൽ വരും. അത് കെ എന്ന പേരിൻ്റെ പ്രശ്നമാണെങ്കിൽ വേറെ ഏതെങ്കിലും പേര് വരും. അതിവേഗ റെയിലാണ് അവിടെ ഉദ്ദേശിച്ചത്. ആ അതിവേഗ റെയിൽ ഇന്ന് കേരളത്തിന് അഭികാമ്യമാണ്. ലോകത്തെ വളർച്ചയോടൊപ്പം കേരളത്തിന് സഞ്ചരിക്കണം. നേരെ മറിച്ച് ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചവരെവിടാ? ഇപ്പം ധൃതിയിൽ യാത്ര ചെയ്യേണ്ട എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നതിൻ്റെ യുക്തി എന്താ? കേരളീയർ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഉത്തരം അതാണ്. ഇനി പിന്നെ സർക്കാർ ഈ RRTSനെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് പറഞ്ഞു. അത് ബജറ്റിലും പറഞ്ഞു, അല്ലാതെയും പറഞ്ഞു. അതിന് ഇത്ര മേഖലകളായിട്ട് നിശ്ചയിക്കുകയാണ്. അത് പ്രായോഗികമാണ്. കാരണം മറ്റേത് ഈ കേരളയിനകത്ത് വരുന്ന പ്രശ്നം എന്താ? കേരളയിനകത്തെ മഞ്ഞക്കുറ്റി അത് ഫ്രീസ് ചെയ്ത് കിടക്കുന്നു. ലോൺ എടുക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. ശുദ്ധ അസംബന്ധ ശ്രീ ഗോപകൃഷ്ണ. ആ മഞ്ഞക്കുറ്റി ഇടുമ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന് തടസ്സമില്ല. അപ്പോൾ ചില വില്ലേജ് ഓഫീസർമാർക്കൊക്കെ അന്നൊരു പ്രശ്നം ഉണ്ടായി. അത് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തു. യാതൊരു പ്രയാസവുമില്ല. ആ ഭൂമി അപ്പോഴൊന്നും ഗവൺമെൻറ് എടുക്കുന്നില്ല. അളക്കുന്ന എലുക നിശ്ചയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അതിൽ മാറ്റം വരാം. ആ എലുക നിശ്ചയിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനാണ് കുറ്റി ഇടുന്നത്. ഒരു അടയാളപ്പെടുത്തൽ വേണ്ടേ? ആ കുറ്റിക്ക് എന്തെങ്കിലും ഒരു സവിശേഷത വേണ്ടേ? അതല്ലാതെ അത് നെഞ്ചത്തും കക്കൂസിലും ഒക്കെ കൊണ്ടിട്ട് കേരളത്തെ തകർക്കാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 6 വരി പാത എങ്ങനെയാണ് നടന്നേ? എന്തിനാണ് സർക്കാരിൻ്റെ ഈ ഇടപെടൽ സർക്കാരിൽ വിശ്വാസ്യത ഇല്ലാതാവുന്നത്? എങ്ങനെയാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന, മാധ്യമങ്ങൾക്കറിയാവുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് കേരളത്തിൽ അടച്ചുപൂട്ടിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. എനിക്ക് നടത്താൻ പറ്റത്തില്ല അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തുറന്നു പറഞ്ഞു. ശരിയാണ്, കേരളത്തിൽ നഗര കേന്ദ്രീകൃതമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നു. എന്താ കാര്യം? എന്താ? ഒറ്റ പ്രശ്നമുള്ളായിരുന്നു. അമിത വിലയാണ് നഗര കേന്ദ്രത്തിൽ കിടക്കുന്ന ഭൂമിക്ക്. ഈ അമിത വില സെൻട്രൽ ഗവൺമെൻറ് നിയമം അനുസരിച്ച് കൊടുക്കാൻ